നമസ്കാരം, ലൈവ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പച്ചക്കറി ഉൽപാദനത്തിലും പഠനത്തിലും ഒന്നാം സ്ഥാനത്തെത്തിയ സ്കൂൾ ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക്. തെരുവു നായ്ക്കളുടെ കടിയേറ്റത് ലക്ഷത്തിലധികം പേർക്കെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. എരമംഗലം പത്തിരം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതിയായി. വിശദമായ വാർത്തകളിലേക്ക്. പൊന്നാനി കോട്ടത്തറയിൽ പ്രവർത്തിക്കുന്ന 63 നമ്പർ അംഗൻവാടി കെട്ടിടം അപകടാവസ്ഥയിൽ. പൊന്നാനി നഗരസഭയിലെ കോട്ടത്തറയിൽ ഏതു നിമിഷവും വീഴാറായി നിൽക്കുന്ന അംഗൻവാടി കെട്ടിടം നാട്ടുകാരിലും രക്ഷിതാക്കളിലും ഭീതി ഉണർത്തുന്നു. കോട്ടത്തറ 9-ാം വാർഡിലെ 63 നമ്പർ അംഗൻവാടി കെട്ടിടമാണ് കാലപ്പഴക്കത്താൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്നത്. മതിലും ടെറസും വിണ്ടു നിൽക്കുകയാണ്. ഇതേക്കുറിച്ച് പലതവണ അംഗൻവാടി ടീച്ചറും ഹെൽപ്പറും നാട്ടുകാരും ചേർന്ന് ICDSനും നഗരസഭയ്ക്കും പരാതി അറിയിച്ചിരുന്നതാണ്. തങ്ങളുടെ കുട്ടികൾക്ക് ഭീഷണിയുണ്ടെന്നും ഇത് തകർന്നാൽ വൻ ദുരന്തമുണ്ടാകുമെന്നും കാണിച്ച് നാട്ടുകാർ നഗരസഭയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ലൈവ് ടിവി ന്യൂസ്, പൊന്നാനി. പച്ചക്കറി ഉൽപാദനത്തിലും പഠനത്തിലും ഒന്നാം സ്ഥാനത്തെത്തിയ സ്കൂൾ ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക്. 95 വർഷക്കാലമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിട്ടും തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച കുരുന്നുകൾ ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക്. മാറഞ്ചേരി പഞ്ചായത്തിലെ 4-ാം വാർഡിലെ കാഞ്ഞിരമുക്ക് GLP സ്കൂളാണ് വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നത്. 1920-ലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത്. ഇതുവരെയും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചതിനാൽ തദ്ദേശ ഭരണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് വികസനം നടത്താൻ കഴിയാതെ വന്നിരുന്നു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധുവിന്റെയും വാർഡ് മെമ്പർ നാടഞ്ചേരി സിന്ധുവിന്റെയും തീവ്ര ശ്രമത്തിന്റെ ഫലമായി സ്ഥലമുടമ സ്ഥലം സ്കൂളിനായി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതോടെയാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള തടസ്സം നീങ്ങിക്കിട്ടിയത്. പഞ്ചായത്തിലെ 2 ഗവൺമെന്റ് സ്കൂളുകളിൽ ഉൾപ്പെട്ട ഒരു സ്കൂളാണ് കാഞ്ഞിരമുക്ക് GLP സ്കൂള്. ഇവിടെ ഒരു വാടക കെട്ടിടത്തിലാണ് ഒരുപാട് കാലമായിട്ട് 50 വർഷത്തിലധികമായിട്ട് ഈ സ്കൂള് പ്രവർത്തിച്ചു വരുന്നത്. 1920-കളിൽ തുടങ്ങിയതാണ്. പക്ഷെ 59-60 കാലഘട്ടത്തിലാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഈ സ്കൂള് മാറിയിട്ടുണ്ടായിരുന്നത്. ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ കൂടി ഇവിടെ നല്ല രീതിയിൽ പച്ചക്കറിയും വാഴ കൃഷിയും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാറുമുണ്ട്. ഒരു പരിമിതമായ സൗകര്യത്തിനകത്താണെങ്കിൽ പോലും കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് അറിയാനുള്ള അവർക്കൊരു അനുഭവത്തിലൂടെ അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ടീച്ചറും രക്ഷിതാക്കളും ഒക്കെ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ വാടക കെട്ടിടത്തിൽ ഈ വർഷത്തോടു കൂടി നമ്മളതൊരു സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഈ വസ്തുവിൻ്റെ ഉടമസ്ഥരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് ആവശ്യമായിട്ടുള്ള സ്ഥലം സ്കൂളിന് വിട്ടുതരാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അടുത്ത അധ്യയന വർഷത്തോടു കൂടി പുതിയ കെട്ടിടത്തിനകത്തേക്ക് സ്വന്തം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്തേക്ക് സ്വന്തം കെട്ടിടത്തിനകത്തേക്ക് സ്കൂളിൻ്റെ പ്രവർത്തനം മാറ്റാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതും കൂടി പറയുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ച സ്കൂളിൻ്റെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസരം. അപ്പോൾ ഇത് കുട്ടികളിൽ നമ്മൾ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളിലെ കൃഷിയുടെ പ്രാധാന്യം നിലനിർത്താനുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങളിവിടെ ടീച്ചേഴ്സും കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഇങ്ങനെ തുടങ്ങിയുള്ളത്. എല്ലാ വർഷവും സ്ഥിരമായി ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് ഒരു 5-8 കൊല്ലമായി. ഇവിടെ പൂള, പിന്നെ വാഴ, ചേന, ചേമ്പ്, പച്ചക്കറി. വേനൽക്കാലത്ത് പച്ചക്കറി കൃഷിഭവന്റെ സഹായമുണ്ട്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മഴയൊക്കെ കണ്ട് വിട്ടിട്ടേ തുടങ്ങുള്ളൂ. അങ്ങനെയാണ് ചെയ്യാറ്. രക്ഷിതാക്കളെ എല്ലാ സഹകരണമുണ്ട്. അടുത്ത അധ്യയന വർഷം തന്നെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാനാകുമെന്ന് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവും വാർഡ് മെമ്പർ
നെല്ലിക്കത്തറ സിന്ധുവും അഭിപ്രായപ്പെട്ടു. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പഠനത്തോടൊപ്പം സ്കൂൾ വളപ്പിൽ വിവിധങ്ങളായ പച്ചക്കറികളും വളർത്തുന്നുണ്ട്. വാഴ, ചേമ്പ്, ചേന, ചീര, വഴുതന, വെണ്ട തുടങ്ങിയ വിളകൾ നന്നായി കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നിർവഹിച്ചു. വാർഡ് മെമ്പർ സിന്ധു നെല്ലിക്കത്തറ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM വിജയലക്ഷ്മി, M വാസുദേവൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ ഉച്ചക്കഞ്ഞിക്കായുള്ള പച്ചക്കറികൾ അത്രയും സ്കൂൾ വളപ്പിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നതെന്ന് HM പറഞ്ഞു. പൊന്നാനി വാണിജ്യ തുറമുഖം കൊച്ചി തുറമുഖത്തേക്കാൾ വലുതായിരിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അടുത്ത ആഗസ്റ്റ് 8-ന് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്ന പൊന്നാനി വാണിജ്യ തുറമുഖത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ ഇന്നുള്ള കൊച്ചി തുറമുഖത്തേക്കാൾ വലുതായിരിക്കുമെന്ന് പോർട്ട് വകുപ്പ് അറിയിച്ചു. കരയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തിലും 713 ഏക്കർ കടലിലുമായി വ്യാപിച്ചു കിടക്കുന്നതായിരിക്കും വാണിജ്യ തുറമുഖമെന്നും ഇതിനായി 29.5 ഏക്കർ ഭൂമി 30 വർഷത്തേക്കാണ് മലബാർ പോർട്സിന് പാട്ടത്തിന് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 1.5 കിലോമീറ്റർ സ്ഥലം കടൽ നികത്തിയെടുക്കുകയും ഇതിനായി 625 കോടി രൂപ ചിലവഴിക്കുകയും ചെയ്യും. 1500 പേർക്ക് നേരിട്ടും 10,000 കണക്കിന് പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് പൊന്നാനിയുടെ മാത്രമല്ല കേരളത്തിന്റെയും സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും കർണാടകയ്ക്കും വരെ ഗുണം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ LDF സർക്കാർ രൂപകൽപ്പന ചെയ്ത ഈ സ്വപ്ന പദ്ധതി സ്ഥലം MLA P ശ്രീരാമകൃഷ്ണന്റെ അശ്രാന്ത പരിശ്രമ ഫലമാണ്. ഇതിന്റെ വികസന സാധ്യത മുന്നിൽ കണ്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ലൈവ് TV ന്യൂസ് പൊന്നാനി. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. എരമംഗലം പത്തീരം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതിയായി. വെളിയങ്കോട് പഞ്ചായത്തിലെ എരമംഗലം പത്തിരം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതിയൊരുങ്ങി. പൊന്നാനി MP മുഹമ്മദ് ബഷീറിന്റെ വികസന ഫണ്ടിൽ നിന്ന് 9 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവിടെ ടാങ്കും കിണറും നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം ഏറെ അനുഭവിക്കുന്ന പ്രദേശമാണ് പത്തിരം കോളനി. കഴിഞ്ഞ 1.5 മാസം മുന്നേ ബഹുമാനനായ MP ശ്രീ E.T. മുഹമ്മദ് സാഹിബ് ഈ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ഈ കുടിവെള്ളക്ഷാമം അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായി ഈ ക്ഷാമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തി പുഴക്കര മനക്കൽ നിന്നും ഈ കുടിവെള്ളം കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി 3 സെന്റ് സ്ഥലം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവിടുന്ന് വെള്ളം ശേഖരിച്ച് പൈപ്പ് വഴി നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ഊരുകൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് MP ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ ഘട്ടമാണ് ഈ എസ്റ്റിമേറ്റ് എടുക്കൽ. പദ്ധതിക്ക് ഈ സംഖ്യ മതിയായി വരികയാണെങ്കിൽ അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എങ്കിൽ പോലും ഈ അനുവദിച്ച ഫണ്ടിൽ നിന്ന് ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. ഏതായാലും ഇനി ഈ ഒരു ക്ഷാമം ഈ പഞ്ചായത്തിൽ ഏറ്റവും ഒരു ഏകദേശം 22ഓളം വീട് താമസിക്കുന്ന ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമത്തിൻ്റെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് നടത്തി വരുന്നത്. ഇതിനായി കിണർ കുഴിക്കുന്നതിനുള്ള സ്ഥലം പുഴക്കർമന തറവാട്ടുകാർ സൗജന്യമായി നൽകി. പദ്ധതി തയ്യാറാക്കുമ്പോൾ പോരാതെ വരുന്ന ഫണ്ട് വീണ്ടും നൽകുമെന്ന് MP അറിയിച്ചു. കിണറിന്റെ നിർണയവും രൂപകൽപ്പനയും എസ്റ്റിമേറ്റ് തയ്യാറാക്കലും നടന്നു. ചടങ്ങിന് ഷംസു കല്ലാട്ടയിൽ, CK പ്രഭാകരൻ, ഷംസുദ്ദീൻ എരമംഗലം എന്നിവർ നേതൃത്വം നൽകി. തെരുവ് നായ്ക്കളുടെ കടിയേറ്റത് 1 ലക്ഷത്തിലധികം പേർക്കെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ഈ വർഷം കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റവരുടെ എണ്ണം ഏകദേശം 1,06,275 വരുമെന്ന് കേരള ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രാജു എബ്രഹാം ചോദിച്ച ചോദ്യത്തിന് മന്ത്രി MK മുനീർ നൽകിയ മറുപടിയിലും ഇതേ ഉത്തരം തന്നെയാണ് നൽകിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കൾ അലഞ്ഞുതിരിയുകയും അവയിൽ ഏറെ കൂറും അക്രമ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അവയെ പിടികൂടി വന്ധീകരിച്ച് വിടുക എന്നതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം.
ഹോട്ടലുകൾ, ഇറച്ചിക്കട, മത്സ്യമാർക്കറ്റ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ റോഡിൽ തള്ളുകയും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വത പരിഹാരമില്ലാത്തതുമാണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് തെരുവുകൾ കീഴടക്കുന്നതിന് കാരണമാകുന്നത്. വന്ധീകരിച്ചാലോ പേവിഷത്തിനെതിരെയുള്ള കുത്തിവയ്പ് നടത്തിയാലോ മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല. തെരുവ് നായ്ക്കളെയെല്ലാം പിടികൂടി സർക്കാർ ചെലവിൽ വലിയ ഇരുമ്പുകൂടുണ്ടാക്കി പൂട്ടിയിടുന്ന രീതി അവലംബിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ലൈവ് TV ന്യൂസ്, പൊന്നാനി. നാളത്തെ നോമ്പുതുറ സമയം 6:57. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പച്ചക്കറി ഉൽപാദനത്തിലും പഠനത്തിലും 1ാം സ്ഥാനത്തെത്തിയ സ്കൂൾ ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റത് ലക്ഷത്തിലധികം പേർക്കെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ. എരമംഗലം പത്തിരം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതിയായി. ഇതോടെ ലൈവ് TV വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.